+1 അഡ്മിഷൻ കാത്തിരിക്കുന്ന വിദ്യാർത്ഥി ശ്രദ്ധിക്കുക. നിങ്ങളുടെ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് നേരത്തെ പ്രസിദ്ധീകരിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഡ്മിഷൻ എടുക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ജൂലൈ 22 അപ്പോൾ ഇന്ന് ജൂലൈ 20, ഇനി 21, 22 ഈ 2 ദിവസങ്ങളിൽ നിർബന്ധമായിട്ട് നിങ്ങൾ എവിടെയാണ് നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടിയത് ആ സ്കൂളിൽ പോയി നിങ്ങൾ പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കേണ്ടതാണ്. അപ്പോൾ പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കുമ്പോൾ എല്ലാ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് നിങ്ങൾ നിർബന്ധമായിട്ട് നിങ്ങൾ കൊണ്ടുപോകുക. അതോടൊപ്പം തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, ഇനി എവിടെയും അഡ്മിഷൻ കിട്ടാത്ത വിദ്യാർത്ഥികൾക്ക് രണ്ടാം സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൻ്റെ വേക്കൻസി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ 22-ാം തീയതിക്ക് ശേഷം തൊട്ടടുത്ത ദിവസം 23 അല്ലെങ്കിൽ തൊട്ടടുത്ത ദിവസം നിങ്ങൾക്ക് വേക്കൻസി ലിസ്റ്റ് വീണ്ടും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ആ സമയത്ത് നിങ്ങൾക്ക് കൃത്യമായിട്ട് നോക്കിയിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി അതോടൊപ്പം തന്നെ നിലവിൽ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ നിങ്ങൾ കൊടുത്ത സ്കൂളിൽ എവിടെയെങ്കിലും അഡ്മിഷൻ കിട്ടിയ വിദ്യാർത്ഥികൾക്ക് നിർബന്ധമായിട്ട് നിങ്ങൾ അഡ്മിഷൻ എടുത്തിട്ടില്ലെങ്കിൽ അത്തരത്തിലുള്ള വിദ്യാർത്ഥികളെ പിന്നീട് വരുന്ന ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് ഉൾപ്പെടെ അതേപോലെ തന്നെ അടുത്ത സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ യാതൊരു അലോട്ട്മെൻറ്റ് നിങ്ങൾ പരിഗണിക്കുന്നില്ല. അതായത് ശ്രദ്ധിക്കേണ്ട കാര്യം, പല വിദ്യാർത്ഥികളും ദൂരേക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്തരത്തിൽ വെറുതെ അപേക്ഷ കൊടുത്ത് ദൂരേക്ക് കിട്ടിയ സ്കൂളിലെ വിദ്യാർത്ഥികൾ ഇനി അവിടെ അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞാൽ അവിടെ പോകാൻ സാധിക്കില്ല. അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾക്ക് എവിടെയാണ് നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടിയതെങ്കിലും അവിടെ നിങ്ങൾ നിർബന്ധമായിട്ട് നിങ്ങൾ പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കണം. ഇനി അങ്ങനെ എടുത്തില്ല എങ്കിൽ നിങ്ങൾ യാതൊരു കാരണവശാലും നിങ്ങൾ അടുത്ത അലോട്ട്മെൻറ്റ് നിങ്ങൾ പരിഗണിക്കില്ല. അതേപോലെ തന്നെ നിങ്ങൾക്ക് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് നിങ്ങൾക്ക് ലഭിക്കുകയില്ല. അത്തരത്തിലുള്ള വിദ്യാർത്ഥി ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ എവിടെയാണെങ്കിലും നിങ്ങൾ അഡ്മിഷൻ എടുത്തുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ വേക്കൻസി വരികയാണെങ്കിൽ അതേപോലെ അഡീഷണൽ ബേസൊക്കെ വരുന്ന ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് നിങ്ങൾക്ക് ആഗ്രഹിച്ച സ്കൂൾ അല്ലെങ്കിൽ ആഗ്രഹിച്ച കോഴ്സ് നിങ്ങൾക്ക് മാറുവാനുള്ള ഒരു സാധ്യത നിങ്ങൾ കാത്തിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ കാര്യം നിർബന്ധമായും ശ്രദ്ധിക്കുക. അപ്പോൾ 22-ാം തീയതിക്കുള്ളിൽ പരമാവധി നിങ്ങൾ എല്ലാവരും പോയിട്ട് പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കാൻ വേണ്ടി ഒരിക്കൽ കൂടി ഉറപ്പെടുത്താണ്. അടുത്ത ഘട്ടം സപ്ലിമെൻ്ററി രണ്ടാം അലോട്ട്മെൻറ്റ്, ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് അതുമായി ബന്ധപ്പെട്ട ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് നമ്മുടെ ചാനൽ കൃത്യമായിട്ട് അറിയിക്കുന്നതായിരിക്കും. അതുകൊണ്ട് ചാനൽ നിങ്ങൾ മറക്കാതെ ഫോളോ ചെയ്യാൻ വേണ്ടി ഒരിക്കൽ കൂടി ഉറപ്പെടും.